ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും ബെഡ്റൂമിലേക്ക് പോകാം. അതാണല്ലോ, കാരണം ഫ്ലാറ്റ് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ബെഡ്റൂമാണ്. കം ലെറ്റ്സ് ഗോ ടു ബെഡ്റൂം. അപ്പോൾ ഇതാണ് ബെഡ്റൂം, മെയിൻ ബെഡ്റൂം എന്ന് പറയുന്നത്. മെയിൻ ബെഡ്റൂമിൽ എവിടെ നിന്ന് തുടങ്ങും? മെയിൻ ബെഡ്റൂമിൽ തന്നെയാണ് എൻ്റെ മേക്കപ്പും കലാപരിപാടികളും എല്ലാം നടക്കുന്നത്. അപ്പുറത്തെ മുറി ഓഫീസ് റൂമിൻ്റെ വാർഡ്രോബ് മുഴുവൻ ജീവൻ്റേതാക്കിയപ്പോൾ ഈ മുറിയിലുള്ള സകലതും ഞാൻ എൻ്റേതാക്കിയിട്ടുണ്ട്. വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഈ മുറിയിൽ കുത്തി നിറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാനങ്ങനെ ഭയങ്കര എസ്തെറ്റിക് ബ്യൂട്ടി ഒന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ചെടി, ഒരു ടൈം പീസ്, പിന്നെ എല്ലാ ബെഡ്റൂമിലും ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വീട്ടുകാരുടെ ഒരു ഫോട്ടോ, പിന്നെ ഇത് ഞാൻ എവിടെ നിന്നോ വാങ്ങിച്ച ഒരു സോഫ്റ്റ് ടോയ്. ഇത്ര സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ ഗുഡ് നമ്പർ ഓഫ് കോസ്മെറ്റിക് പ്രോഡക്ട്സ്, ആ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. ഈ പറയുന്ന ഡ്രോകളിലെല്ലാം ഇതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കേട്ടോ, ഇങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ എല്ലാത്തിലും ഉണ്ട്. തൽക്കാലത്തേക്ക് ഇതൊക്കെ എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും ഉണ്ടാവും, പക്ഷെ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ, അതൊക്കെയാണ് ഇതിലൊക്കെ നിറച്ച് വെച്ചേക്കുന്നത്. ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വാച്ചസ് മാറ്റിയിടും, അതല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കുകൾ മാറ്റിയിടും, പിന്നെ ഡെയിലി കൊണ്ടു നടക്കുന്ന കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്നത്.